ഹായ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സ്റ്റുവർട്ട് ഫെയിൽസ് ടു സേവ് ദ യൂണിവേഴ്സ് എന്ന ജിയോ ഹോട്ട്സ്റ്റാർ പുതിയ സീരീസിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ സീരീസിൻ്റെ 2 എപ്പിസോഡേ ഇപ്പോൾ വന്നിട്ടുള്ളൂ. ഓരോ എപ്പിസോഡും ഓരോ ആഴ്ചയായിട്ടാണ് വരുന്നത്. 20 മിനിറ്റ് ഉള്ളൂ ഓരോ എപ്പിസോഡിനും. ഒരു കോമഡി സീരീസാണ്. ഈ കോമഡി എന്ന് പറയുന്നത് സബ്ജക്റ്റീവാണ്. എല്ലാവർക്കും ചിരി വരണമെന്നില്ല. എനിക്ക് പേഴ്സണലി ചിരി വന്നു, പക്ഷേ ഇത് കാണുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ ചിരി വരണമെന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ബേസിക്കലി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ബിഗ് ബാങ് തിയറി എന്ന സീരീസ് ഉണ്ട്. അത് കുറേ നാൾക്ക് മുമ്പ് ഇറങ്ങിയതാണ്. അതും ജിയോ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. ആ ഒരു സീരീസിൻ്റെ സ്പിൻ ഓഫ് ആണ് ഈ സീരീസ്. ആ ഒരു സീരീസ് നിങ്ങൾക്ക് വർക്ക് ആയിട്ടുണ്ടെങ്കിൽ ഈ സീരീസ് നിങ്ങൾക്ക് വർക്കാവും ഇൻ ടേംസ് ഓഫ് കോമഡി. ബട്ട് അതൊരു സിറ്റ്കോം ആയിരുന്നു. ഇത് ഒരു സിറ്റ്കോം ട്രീറ്റ്മെൻ്റ് അല്ല, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ്. ആ ഒരു സീരീസിലെ ഒരു ക്യാരക്ടറുണ്ട് സ്റ്റുവർട്ട്. പുള്ളിക്കാരനെ എടുത്തിട്ട് പുള്ളിക്കാരൻ മെയിനായിട്ട് അഭിനയിക്കുന്നു. പുള്ളിക്കാരൻ്റെ സ്റ്റോറിയാണ് ഈ ഒരു സീരീസ്. സ്റ്റുവർട്ട് ആണ് ആ ക്യാരക്ടർ. സ്റ്റുവർട്ട് ഫെയിൽസ് ടു സേവ് ദ യൂണിവേഴ്സ്. അപ്പോൾ യൂണിവേഴ്സിനെ രക്ഷിക്കാൻ വേണ്ടി സ്റ്റുവർട്ട് മൾട്ടിവേഴ്സ് ട്രാവൽ ചെയ്യുന്ന കഥയാണിത്. ഇപ്പോൾ ഒരു യൂണിവേഴ്സിൽ നിന്ന് മറ്റേ യൂണിവേഴ്സിൽ അങ്ങനെ. ഓബ്വിയസ്ലി വളരെ ക്രിയേറ്റീവായിട്ടുള്ള സംഭവമാണിത്. വളരെ ക്രിയേറ്റീവായിട്ട് ഒരു അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. കോമഡി തന്നെ വളരെ ക്രിയേറ്റീവാണ്. ഞാൻ ഇത് തുടങ്ങിയപ്പോൾ തന്നെ ഇൻട്രോ വന്നപ്പോൾ തന്നെ ഞാൻ ഇത് സ്കിപ്പ് ചെയ്യാൻ പോയപ്പോൾ അടിയിൽ എവിടെ എഴുതി കാണിക്കണം സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ആ ഒരു സംഭവത്തിൽ തന്നെ ഇവരുടെ കോമഡി എലിമെന്റ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം അവർക്കറിയാം ഈ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്യും. അപ്പോൾ സ്കിപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടി അവർ അടിയിൽ ഒരു ടാഗ് കൊടുത്തിട്ടുണ്ട്, ഡോണ്ട് സ്കിപ്പ് ദിസ്. അപ്പോൾ നിങ്ങളിത് സ്കിപ്പ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത അടിപൊളി സാധനം നിങ്ങൾക്ക് സംഭവിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ എഴുതി കാണിക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഇൻട്രോ. അപ്പോൾ വളരെ ക്രിയേറ്റീവായിട്ടാണ് ഇൻട്രോ പോലും അവർ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഓരോ ഇൻട്രോയും ഡിഫറെൻ്റ് ആണ്. ഫസ്റ്റ് എപ്പിസോഡിലെ ഇൻട്രോ അല്ല സെക്കൻഡ് എപ്പിസോഡിലെ ഇൻട്രോ. അപ്പം നിങ്ങൾ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടില്ലേ, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലേ, അപ്പം നിങ്ങൾക്ക് ഇതും ഇഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞാണ് സെക്കൻഡ് എപ്പിസോഡിൽ ഇൻട്രോ തുടങ്ങുന്നത്. വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള അപ്രോച്ചാണ് ഇവർ എടുത്തേക്കുന്നത്. അതെനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഓബ്വിയസ്ലി ഇതിൻ്റെ കോമഡി എനിക്ക് കുറേ സ്ഥലത്തൊക്കെ മിസ്സായി, കുറേ സ്ഥലത്തൊക്കെ വർക്കായി. കുറച്ച് ക്യാരക്ടേഴ്സിന് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല, കുറച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഫസ്റ്റ് എപ്പിസോഡ് വളരെ നല്ലൊരു രീതിയിൽ നല്ല ക്രിയേറ്റീവായിട്ട് നല്ല കോമഡി ആയിട്ട് പ്രസൻറ്റ് ചെയ്തപ്പോൾ സെക്കൻഡ് എപ്പിസോഡിലും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ബട്ട് സെക്കൻഡ് എപ്പിസോഡ് ഫസ്റ്റിനെ കമ്പാരിറ്റീവ്ലി അത്ര നന്നായിരുന്നില്ല. ബട്ട് സ്റ്റിൽ ബിഗ് ബാങ് തിയറി സീരീസിലെ മേജർ ക്യാരക്ടേഴ്സ് ഈ ഒരു സംഭവത്തിൽ ചെറിയ ചെറിയ ക്യാമിയോ ആയിട്ട് വരുന്നുണ്ട്. അത് വളരെ ഷോക്കിംഗ് ആയിട്ട് തോന്നി. ഷോക്കിംഗ് അല്ല, ഒബ്വിയസ്ലി അവർ വരും, ബട്ട് അവരുടെ ഒരു ട്രീറ്റ്മെൻറ്റ് വളരെ നന്നായിട്ട് ഒരു ഉപയോഗിച്ചിട്ടുണ്ട്. വെറുതെ വന്നിട്ട് ഇങ്ങനെ ചെയ്യണമെങ്കിലും ബട്ട് ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഭവം അവിടെയുണ്ട്, ഒരു ഫൺ ആയിട്ടുള്ള ഒരു കോമഡി സംഭവം അവിടെയുണ്ട്. ഓബ്വിയസ്ലി ഈ സീരീസ് വിൽ വർക്ക്. എനിക്ക് പേഴ്സണലി വർക്കായി. ഇനിയും എപ്പിസോഡുകൾ ഡെഫിനറ്റ്ലി പെട്ടെന്ന് തീരും സംഭവം. രണ്ടാമത്തെ എപ്പിസോഡൊക്കെ ഷൂ എന്ന് പറഞ്ഞ് തീർന്നു പോയി. പെട്ടെന്ന് തീർന്ന ഈ സംഭവം എല്ലാവർക്കും വർക്കാമെന്നാണ് എനിക്ക് വിശ്വസിക്കുന്നത്. ബട്ട് സ്റ്റിൽ ഇവിടുത്തെ നമ്മുടെ ഓഡിയൻസ്, മലയാളി ഓഡിയൻസിന് ഇതിൽ ചില കാര്യങ്ങളൊക്കെ വർക്കാവുള്ളൂ. ചിലതൊക്കെ അത്ര തമാശയായിട്ട് തോന്നുന്നില്ല. കാരണം എനിക്ക് തമാശയായിട്ട് തോന്നിയ കാര്യം എൻ്റെ വീട്ടുകാർക്ക് തമാശയായിട്ട് തോന്നിയില്ല. ആൻഡ് ദേ വർ ലൈക്ക് മാറ്റി എന്തിട്ട് കോപ്പാണ് കണ്ടുകൊണ്ടിരിക്കണമെന്നൊക്കെ. ഓക്കെ, അങ്ങനെയാണ്. എല്ലാവർക്കും അത് കണക്റ്റ് ആവില്ല. അപ്പം അങ്ങനെ കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിനൊരു സമയം കൊടുക്കുക. ഐ റിയലി ലൈക്ക് ദിസ് ട്രീറ്റ്മെൻറ്റ്. അവർക്ക് ബഡ്ജറ്റ് കുറവാണെന്ന് ക്ലിയർലി മനസ്സിലാവും. ബട്ട് സ്റ്റിൽ അവരുള്ള ബഡ്ജറ്റ് വെച്ച് നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. വെയിറ്റിംഗ് ഫോർ ദ നെക്സ്റ്റ് എപ്പിസോഡ്. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.